Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammad wa ala ali Muhammad. Kama sallaita ala Ibrahim wa ala ali Ibrahim. Innaka Hamidum Majid. Allahumma barik ala Muhammad wa ala ali Muhammad. كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽപ്പെട്ടതാണ് പ്രതീക്ഷിക്കാതെ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മളുമായി ബന്ധമുള്ളവർ നമ്മെ സന്ദർശിക്കണം, കാണണം എന്നാഗ്രഹിക്കുന്നവർ നമ്മുടെ വീടുകളിലേക്ക് കടന്നുവരിക, എത്തിച്ചേരുക എന്നത്. അവർ എത്തുമെന്നോ നമ്മോടൊപ്പം ചേരുമെന്നോ മുൻകൂട്ടി തീരുമാനമില്ലാത്ത, ഒരറിയിപ്പ് കിട്ടിയിട്ടില്ലാത്ത പല അനുഭവങ്ങളും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകും. നമുക്കതെല്ലാം പങ്കുവെക്കാനും സാധിക്കും. നാം ഓരോരുത്തരിലേക്കും എപ്പോഴും എത്തിച്ചേരാവുന്ന ഒരതിഥിയുണ്ട്. മരണമാകുന്ന നമ്മളുമായി അടുത്തു നിൽക്കുന്ന അതിഥി. ഒരുപാട് തിരക്കുകൾ, അനേകം പ്രശ്നങ്ങൾ, അതിനിടയിലൂടെ നാം മുന്നോട്ടു പോകുമ്പോൾ മരണം എന്ന അതിഥിയുടെ വരവിനെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയാത്തവരായി നാം എല്ലാവരും മാറ്റപ്പെടാറുണ്ട്. മരണത്തിന്റെ സമയം നമുക്ക് നിശ്ചയമില്ല. എന്നാൽ സമയം നിശ്ചയിക്കപ്പെട്ട, തീരുമാനിക്കപ്പെട്ട ഒന്നാണ്
മരണം എന്നതിൽ സംശയമില്ല. നമുക്കാർക്കും അറിയില്ല എപ്പോഴാണ്, എവിടെയാണ് നമ്മുടെ മരണം നമ്മെ കാത്തിരിക്കുന്നത്. എന്നാൽ എവിടെ വെച്ചും എപ്പോഴും ഏത് സമയത്തും മരണമെന്ന യാഥാർത്ഥ്യം സംഭവിക്കാനുണ്ട് എന്ന് അറിയിക്കപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ അടിമകളായ നാം എല്ലാവരും എന്ന തിരിച്ചറിവ് സദാസമയം നമുക്കുണ്ടായിരിക്കണം. സാധാരണയായി ഒരതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ വലിയ സന്തോഷമാണ്, എന്തെന്നില്ലാത്ത ആഹ്ലാദവും ആനന്ദവുമാണ്. ആ അതിഥിയെ സൽക്കരിക്കാനും സ്വീകരിക്കാനും സന്തോഷം കൊടുക്കാനുമൊക്കെ ആ വീട്ടിലുള്ളവർ, കുടുംബത്തിലുള്ളവർ ഒന്നടങ്കം പരിശ്രമിക്കുന്നതാണ് പതിവായി നമ്മളൊക്കെ കാണാറുള്ളത്. വന്ന അതിഥി നമ്മെ വിട്ടുപോകുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടമാണ്, എന്തോ ഒരു പ്രയാസം, വല്ലാത്ത ഒരു അലട്ടൽ. നിങ്ങൾ പോകുകയാണോ? ഇന്ന് പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. ആ നിലക്കൊക്കെ പലതും അവരോട് ആവശ്യപ്പെട്ട് അവരിലൂടെ കിട്ടിയ സന്തോഷം പിടിച്ചു നിർത്താനാണ്, തടഞ്ഞു വെക്കാനാണ് പൊതുവെ നാം എല്ലാവരും ശ്രമിക്കാറുള്ളത്. മരണം എന്ന യാഥാർത്ഥ്യത്തിന്റെ വരവും അതിന്റെ പോക്കും നമുക്ക് സങ്കടമാണ്. നമ്മുടെ വീട്ടിൽ നമ്മളുമായി അടുത്ത് ഇടപഴകുന്ന ഒരാൾ മരണത്തിന്റെ വക്കിലെത്തിയാൽ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവർ, കൈകൊട്ടി ആഹ്ലാദിക്കുന്നവരല്ല നമ്മളാരും. ആ സമയവും നമുക്ക് സങ്കടമാണ്, മയ്യത്ത് നമ്മെ വിട്ട് പോകുമ്പോഴും സങ്കടമാണ്, പോയി കഴിഞ്ഞാലും സങ്കടമാണ്. അത്രത്തോളം നമ്മളുമായി അടുത്തു നിൽക്കുന്ന ഒരതിഥിയാണ് മരണം എന്ന യാഥാർത്ഥ്യം. ഒരു മനുഷ്യനും അള്ളാഹു ഇന്ന സമയത്താണ് നീ മരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ ഒരു കൃത്യസമയം നമുക്ക് നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്തുമാത്രം പേടിയും ഭയാനകതയും ആശങ്കയുമാണ് നമുക്കുണ്ടാവുക. ആ ദിവസം മണിക്കൂറുകൾ, മിനിറ്റുകൾ നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുമ്പോൾ വല്ലാത്ത ഒരു വെപ്രാളം, എന്തെന്നില്ലാത്ത ഒരു വിയർക്കൽ, അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന് മാത്രം അറിയുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് മരണം എന്നത്. ഒരു സെക്കൻഡ് ഒരാളുടെ റൂഹിനെ പിടിക്കുന്നത് പിറകോട്ടോ മുന്നോട്ടോ ഇല്ല. കൃത്യത്തിൽ അള്ളാഹു പിടിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആ റൂഹിനെ പിടിക്കാനുള്ള കാര്യം ഏൽപ്പിക്കപ്പെട്ടു എന്നാണ്. വുക്കില, അള്ളാഹു അത് ഏൽപ്പിച്ചു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയത്തിനകം മലക്കുൽ മൗത്ത് ആ കാര്യം കൃത്യമായി നിർവഹിക്കും. അതിലൊരാൾക്കും ഇളവില്ല. അവിടെ യാചനക്ക് പരിഗണനയില്ല. നമ്മുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് അല്പദിവസം കൂടി നീട്ടിത്തരണം എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല. അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച ഒരു കാര്യമാണത്. വിശുദ്ധ ഖുർആൻ
മരണത്തിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞത് വജാഅത്ത് സക്റത്തുൽ മൗത്തി ബിൽ ഹഖ് എന്നാണ്. ഉറപ്പായ മരണത്തിന്റെ ആ ഒരു വെപ്രാളം സക്റത്ത്. പൊതുവെ നമ്മൾ സക്രാത്ത് എന്ന് പറയും. സക്രാത്തിന്റെ അവസ്ഥയിലാണ്, സക്രാത്തിന്റെ സമയത്തിലാണ്. രോഗം മൂർച്ഛിച്ച് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു പദമാണത്. വിശുദ്ധ ഖുർആൻ ആ നിലക്ക് തന്നെയാണ് പരിചയപ്പെടുത്തിയത്. എന്നിട്ട് പറഞ്ഞു ذَلِكَ مَا كُنْتَ مِنْهُ تَحِيدُ. അവിടെ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു വേദന, മരണത്തിന്റെ അവസാന നിമിഷം എല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ഒരു പ്രായ വ്യത്യാസം ഈ വിഷയത്തിലില്ല. മരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഉണർത്തിയപ്പോൾ അതൊരു ഉപദേശമാണ്. ഒരു വ്യക്തിക്ക് ഒരു വാഇളാണ്, ഉപദേശകനാണ് മരണം എന്ന് പച്ചയായി നമ്മളെ പഠിപ്പിച്ചു. ഒരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ, ഒരാൾ മരിക്കുന്ന ആ സന്ദർഭത്തിന് സാക്ഷിയായാൽ, ഒരാളുടെ മടിയിൽ കിടന്ന്, കൈകളിൽ കിടന്ന്, ഒരാളെ മുന്നിൽ വെച്ച് അയാളുമായി ബന്ധപ്പെട്ട ഒരാൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അത് നേരിട്ട് കണ്ട ഒരാളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു സ്വാധീനം അതിനുണ്ടാകും എന്നാണ്. അയാൾ അനുഭവിക്കുന്ന ആ ഒരു തരിപ്പ് അത് മാറിക്കിട്ടണമെങ്കിൽ കുറെ അധികം സമയമെടുക്കും. അത്രത്തോളം അയാളുടെ മനസ്സും ശരീരവുമൊക്കെ വല്ലാത്ത ഒരു ഉറപ്പ്, ഒരു മരവിപ്പ് അനുഭവിക്കുന്നുണ്ടാകും. അതെന്തുകൊണ്ടാണ്? മരണം എന്നതിന് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു കനം, ഒരു വല്ലാത്ത ബലമാണത്. വിശ്വാസികളായ നമുക്കെല്ലാവർക്കും അനുഭവിക്കാനുള്ള കാര്യമാണ്. മറ്റൊരായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണം എത്തിക്കഴിഞ്ഞാൽ തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫരിതൂൻ, പരിപൂർണമായും നമ്മുടെ റൂഹിനെ അള്ളാഹുവിന്റെ ദൂതന്മാർ പിടിക്കുമെന്നാണ്. മരണവുമായി ബന്ധപ്പെട്ട കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് വരും മുമ്പ് മരിക്കാൻ കിടക്കുന്ന ആളിലേക്ക് സമീപത്തേക്ക് വരുന്ന ഒരുപാട് മലക്കുകൾ ആ മനുഷ്യനെ ഒരുക്കി നിർത്താൻ, ദുഷിച്ച ആത്മാവാണെങ്കിൽ ആ നിലക്കാണ് ഒരുക്കി നിർത്തുക, നല്ല ആത്മാവാണെങ്കിൽ ഒരുപാട് സന്തോഷ വാർത്തയുമായി മലക്കുകൾ സമീപിക്കുകയും മരണത്തിനു വേണ്ടി ഒരുക്കുകയും പരലോകത്തേക്കുള്ള യാത്രയിലേക്ക് അയാളെ നല്ല നിലയിൽ അവർ ക്ഷണിക്കുകയും ചെയ്യും. ഇതൊക്കെ ഓരോ മരണവേളയിലും നടക്കുന്ന കാര്യമാണ്, നമ്മൾ കാണുന്നില്ല. മയ്യത്തിന്റെ അടുക്കൽ, മരിക്കുന്ന ആളടുക്കൽ നമ്മൾ സാക്ഷികളാണ്. നമ്മൾ അയാളെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അയാൾ മാത്രമായി അനുഭവിക്കുന്ന കാര്യം, അറിയുന്ന കാര്യം ചുറ്റിലുമുള്ളവർ കാണുന്നില്ല, അറിയുന്നില്ല. തതനസ്സലുൽ മലായിക, മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുന്നു, തുടരെയായി ഇറങ്ങി വരുന്നു. അവർ ഈ മരിക്കാൻ ആയിട്ടുള്ള ആളുമായി സംസാരിക്കുന്നു, സന്തോഷവാർത്ത അറിയിക്കുന്നു. ഇതെല്ലാം നടക്കുകയാണ്. വഹും ലാ യുഫരിതൂൻ, ഒരു വീഴ്ചയും വരുത്തൂല. കാരണം ആ കാര്യം അവരെ ഏൽപ്പിച്ചത് അല്ലാഹുവാണ്. ഒരു വീഴ്ചയും വരുത്തൂല, ഒരു അമാന്തതയില്ല, സാവകാശമില്ല. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്ത മലക്കുകൾ അത് കൃത്യമായി നിർവഹിക്കും എന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു നിമിഷത്തെപ്പറ്റി, ഒരു രംഗത്തെപ്പറ്റി നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം.
അത് വളരെ അനിവാര്യമാണ്. എപ്പോഴും വരാം. എന്നിലേക്കുള്ള നിശ്ചയിക്കപ്പെട്ട മരണം ഏത് സമയത്തും വരാം. ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഒരൊറ്റ ഹദീസിൽ പഠിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. അക്സിറൂ ദിക്റ, ധാരാളമായി നിങ്ങൾ ഓർക്കണം. എപ്പോഴെങ്കിലും എന്തെങ്കിലും തോന്നുമ്പോ അല്ല, എല്ലാ സമയത്തും ഓർക്കണം. ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, എല്ലാ സുഖങ്ങളെയും സന്തോഷങ്ങളെയും ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന, പൊളിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ എല്ലായ്പ്പോഴും ഓർക്കണം. എത്ര ശതമാനം ഈ ഒരു ഉപദേശത്തെ, ഈ ഒരു സന്ദേശത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം എവിടെയെങ്കിലും ഒന്ന് തട്ടുകയോ അശ്രദ്ധ കൊണ്ട് ആ വാഹനവുമായി നമ്മൾ മറിയുകയോ ചെയ്താൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ഓർമ്മ വരാറുണ്ടോ? നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ക്ഷീണം ബാധിച്ചു, ജോലിക്കിടയിൽ നമുക്ക് വല്ലാത്ത ഒരു പ്രയാസമുണ്ടായി, ഒരു തളർച്ച ഉണ്ടായി. അടുത്ത നിമിഷം ഞാൻ മരണത്തിലേക്കാണോ, ഇതെന്റെ മരണത്തിനുള്ള കാരണമാണോ എന്ന ഒരു ഓർമ്മ, ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുണ്ടോ? പല തിരക്കുകളിലും പല പ്രശ്നങ്ങളിലും അകപ്പെട്ട് പലതും പരിഹരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി ഓടുമ്പോൾ ഈ ഓട്ടത്തിന് ഒരു നൃത്തമുണ്ട്. എനിക്ക് ചലിക്കാൻ കഴിയാത്ത, എന്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത വിധം ഒരു ചലനം അറ്റുപോകാനുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എത്ര ഉണ്ടാകാറുണ്ട്? വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ. ഫഇന്നഹു ലം യദ്കുറുഹു അഹദുൻ ഫീ വൈഖിൻ മിനൽ ഐശി ഇല്ലാ വസ്സഅഹു അലൈഹി. ഒരാൾ അയാളുടെ ജീവിതത്തിൽ മരണത്തെ ഓർക്കുക എപ്പോഴാണെന്നറിയോ? അയാൾ പ്രതീക്ഷിക്കാത്ത കുറെ പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടാകുക, സാമ്പത്തികത്തിൽ ഉണ്ടാകുക, ശാരീരികമായി ഉണ്ടാകുക, കുടുംബത്തിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ, മക്കളുടെ വിഷയത്തിൽ പ്രശ്നങ്ങൾ, ജീവിതം മൊത്തത്തിൽ പ്രശ്നമാകുന്ന ഒരു കയത്തിൽ മുങ്ങി നിൽക്കുകയാണ്. പ്രശ്നമാകുന്ന ഒരു ഹൗളിൽ, ഒരു ടാങ്കിൽ മുക്കപ്പെട്ട അവസ്ഥയാണ് ജീവിതം. തല ഉയർത്താൻ കഴിയുന്നില്ല, ഊര നിവർത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അയാൾ അനുഭവിക്കുന്ന കുടുസതയും ഞെരുക്കവും അസ്വസ്ഥതയും പ്രയാസവും അയാളെ കൊണ്ട് പറയിപ്പിക്കുന്നു, മരിച്ചു കിട്ടിയാൽ മതി, മരിച്ചു കിട്ടിയാൽ മതി. ആ സമയത്ത് മരണമെന്ന യാഥാർത്ഥ്യത്തിന് എന്തൊരു വിശാലതയാണ്, എന്തൊരു വലിപ്പമാണ്, എന്തൊരു നീളമാണ്. മരിച്ചു കിട്ടിയാൽ മതി. ഇതൊന്നും കാണണ്ടല്ലോ, ഇതൊന്നും അറിയണ്ടല്ലോ, ഇതൊന്നും ഞാൻ അനുഭവിക്കേണ്ടി വരില്ല, എന്റെ ജീവൻ പോയാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അലട്ടുമ്പോൾ മനുഷ്യൻ പറഞ്ഞു പോവുകയാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് മാത്രം നാം ഓർക്കേണ്ടതും വിശാലമായ നിലക്ക് കാണേണ്ടതുമായ കാര്യമാണോ മരണം? അല്ല, എല്ലാ സമയത്തും. എന്തൊരു യാഥാർത്ഥ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ചത്. നമ്മളിലേക്ക് തന്നെ ഈ കാര്യത്തെ ഒന്ന് കൊണ്ടുവരിക. ഒരുപക്ഷേ നമുക്ക് എണ്ണം പിടിക്കാൻ പറ്റാത്ത അത്രയും ഈ പ്രയോഗം നമ്മൾ നടത്തിയിട്ടുണ്ടാകും, വിചാരിച്ചിട്ടുണ്ടാകും. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ ദക്കറഹു ഫീ സഅത്തിൻ ഇല്ലാ വയ്യഖഹ അലൈഹി. നല്ല വിശാലത, സാമ്പത്തിക പ്രശ്നമില്ല, ശാരീരികമായ ബുദ്ധിമുട്ടില്ല, കുടുംബത്തിൽ പ്രശ്നമില്ല, ഒരു കുഴപ്പവുമില്ല, സുഭിക്ഷമായി
സന്തോഷത്തിൽ കഴിയുന്നു. ആ നേരത്ത് മരണത്തെക്കുറിച്ച് ഓർക്കൽ അയാൾക്ക് വല്ലാത്ത ഒരു പ്രയാസം, ഒരു ഞെരുക്കം. ഇത്രയും സുഖത്തിന്റെ നടുവിൽ നിന്ന് ഞാൻ മരിച്ചു പോകുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ വയ്യ, ആലോചിക്കാൻ വയ്യ. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഞാൻ വിചാരിക്കുന്നതും ആശിക്കുന്നതും കൊതിക്കുന്നതും വേണ്ടുവോളം സുലഭമായി അനുഭവിച്ച് കഴിയുന്നതിനിടയിൽ ഞാനത് മരിക്കുകയെന്ന് പറഞ്ഞാൽ അതെനിക്ക് വല്ലാത്ത ഒരു ഞെട്ടലാണ്. എനിക്ക് എന്തോ ഒരു മാതിരിയാണ്. എന്തേ? ദുന്യാവ് എന്ന ചെറിയ ലോകത്ത് അയാൾക്ക് കിട്ടാവുന്ന പരമാവധി വിശാലത അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായി വരാനുള്ള പരലോകത്തെ ഒന്നോർക്കാനോ അതിനുവേണ്ടി ഒരുങ്ങാനോ അയാൾ സന്നദ്ധനാകുന്നില്ല. വളരെ ഗൗരവകരമായ 3 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരൊറ്റ ഹദീസിലൂടെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ദുന്യാവിൽ നമ്മുടെ സുഖത്തിനു വേണ്ടി, നമ്മുടെ സമാധാനത്തിനു വേണ്ടി അള്ളാഹു തന്നിട്ടുള്ള ഒരു സൗകര്യം അടുത്ത നിമിഷം വരാനുള്ള മലക്കുൽ മൗത്തിനെ മറക്കാൻ കാരണമാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, മരണത്തിനൊരു വരുത്തുണ്ട്, അതൊരു വരുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ വേദന അനുഭവിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അതുള്ളതാണ്. നമ്മളുമായി ഒട്ടിച്ചേർന്നിരുന്നവർ, നമ്മുടെ കൂടെ നിന്നവർ, നടന്നവർ അടുത്ത നിമിഷം മരിച്ചു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുക. മാത്രവുമല്ല, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ യമൂതു ലഹു ഇൻദല്ലാഹി ഖൈർ യസുറുഹു അൻ യർജിഅ ഇല ദുനിയാ വഅന്ന ലഹു ദുനിയാ വമാ ഫീഹാ. ഒരടിമ അല്ലാഹുവിന്റെ അടുക്കൽ അവനുള്ള ഖൈർ, നന്മ, ആ നന്മ അവന് കിട്ടിയാൽ, ആ നന്മ അനുഭവിക്കാൻ അവന് സാധിച്ചാൽ, ദുന്യാവും അതിലുള്ളത് മുഴുവൻ തരാം എന്ന് പറഞ്ഞാലും ഞാൻ ദുന്യാവിലേക്ക് മടങ്ങുകയാണ് എന്ന് ആരാഗ്രഹിക്കൂല? സ്വർഗം കിട്ടാൻ ഭാഗ്യം നൽകപ്പെട്ട ഒരാൾ ആഗ്രഹിക്കൂല എന്നാണ്. അത്രയും സുഖാനുഭൂതിയുടെ ലോകമാണ് സ്വർഗം എന്നത്. അത് സഹോദരങ്ങളെ, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. സ്വർഗത്തെപ്പറ്റി കേൾക്കാനേ കഴിയുള്ളൂ. ആ കേൾവി തന്നെ പൂർണ്ണമല്ല. ഇനി എത്ര കേൾക്കാൻ കിടക്കുന്നു? സ്വർഗത്തെപ്പറ്റി കേട്ട എത്ര കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്? അതിനുവേണ്ടിയുള്ള പരിശ്രമം എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട്? വളരെ പിറകിലാണ്, വളരെ പിറകിലാണ്. മരിക്കുന്ന നിമിഷം സ്വർഗീയ അനുഭൂതികൾ അറിയാൻ നമുക്ക് സാധിച്ചാൽ, ദുന്യാവും അതിലുള്ളത് മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ഹാവുന്ന ദുന്യാവിക്ക് തന്നെ പോകാ എന്നാരും വിചാരിക്കൂല. അള്ളാഹു ഒരുക്കിയ ഖൈർ കിട്ടുന്ന ആള് വിചാരിക്കൂല. എന്നാൽ ഒരാളൊഴികെ അവൻ ഷഹീദാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവനാണ്. അവൻ ആഗ്രഹിക്കുന്നതാണ് അതിന് കിട്ടുന്ന കൂലി. ആ കൂലിയുടെ മഹത്വമോർത്ത് അവൻ ആലോചിക്കുന്നു, ഒന്നുകൂടി ദുന്യാവിലേക്ക് പോയി ഇതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി എനിക്ക് ലഭിച്ച ഈ ഫള് അധികമായി കിട്ടണം എന്ന് ഷഹീദ് മാത്രമേ ആഗ്രഹിക്കുള്ളൂ. വേറെ ഒരാൾക്കും അള്ളാഹു ഒരുക്കിയിട്ടുള്ള ആ ഖൈർ കളഞ്ഞ് ദുന്യാവിക്ക് തന്നെ പോകാം, അവിടുത്തെ സുഖം മതി, അതിലുള്ളത് മുഴുവൻ കിട്ടുമല്ലോ എന്ന ഓഫർ ഇട്ടാലും ദുന്യാവിക്ക് പോരാൻ താല്പര്യം തന്നെ ഇല്ലാതാണ്. അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തരം നമുക്ക് വലിയ കാര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ കാര്യത്തിന്റെ അവകാശികളാകാൻ അതിനുള്ള അർഹത, അതിനുള്ള യോഗ്യത നമ്മുടെ തടിയോ വലിപ്പമോ കളറോ നേട്ടങ്ങളോ അല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ വിശുദ്ധമാക്കുക എന്നതാണ്. പരമാവധി നന്മകളിൽ വ്യാപൃതരാവുക, മുഴുകുക എന്നതാണ്. അതിനപ്പുറം ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചല്ലോ, വജ്അലിൽ മൗത
റാഹത്തൻ ലീ മിൻ കുല്ലി ശർർ. അല്ലാഹുവേ, എന്റെ മരണത്തെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും മരണസമയത്ത് എന്നെ ബാധിക്കാനോ പിടികൂടാനോ ഉള്ള വല്ല ഷർറുകളുമുണ്ടെങ്കിൽ ആ ഷർറുകളിൽ നിന്ന് എനിക്ക് ആശ്വാസം നൽകണേ നാഥാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഓരോ നിമിഷവും നമ്മളുമായി അടുത്ത് നിൽക്കുന്ന ആ അതിഥിയെ നന്നായി ഓർത്ത് ഏതൊരു സമയം ആ അതിഥി കയറി വന്നാലും നല്ല ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാനും സന്തോഷത്തോടെ ആ അതിഥിയുടെ കൂടെ പോകാനും വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ, കഠിനാധ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം അവസാനിക്കുന്ന നിമിഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന മരണമെന്ന വലിയ യാഥാർത്ഥ്യം, അതിനെപ്പറ്റിയുള്ള ഓർമ്മകളും വിചാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അതിൽ വീഴ്ച വരുത്തുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചതിൽ നിന്ന് നമുക്ക് വലിയ ഒരു പാഠം സ്വീകരിക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രായപൂർത്തിയായ ഓരോരുത്തരുടെയും മേൽ അവർ ബോധാവസ്ഥയിലുള്ളവരാണെങ്കിൽ, പ്രായപൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഭ്രാന്തനാണ്, കുഴപ്പമില്ല. പ്രായപൂർത്തിയാണ് പക്ഷെ ആൾക്ക് ബോധമല്ല, പ്രശ്നമല്ല. ബോധമുള്ള വകതിരിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മേൽ അല്ലാഹ് ഏൽപ്പിച്ച കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ സഹോദരങ്ങളെ അത് വലിയ കുറ്റമാണ് എന്നതിൽ സംശയമല്ല. അത് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിൽ നമ്മൾ വരുത്തുന്ന വലിയ വീഴ്ചയാണ്. നിയമലംഘനം നടത്തിയാൽ അതിന് കൃത്യമായ കണക്ക് നോക്കിയുള്ള ശിക്ഷ അല്ലാഹു വിധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ നമ്മൾ പേടിയോടെ കാണേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ശരീരത്തിനും സമയത്തിനും ജീവിതത്തിനും ഒതുങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാഹു തആല നമ്മുടെ മേൽ നിയമമാക്കിയിട്ടുള്ളത്. അതിലപ്പുറം ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ കുടുംബത്തെ നോക്കാൻ മണിക്കൂറുകൾ നമ്മൾ അധ്വാനിക്കും. എത്ര മണിക്കൂറാണ്? പകല് മുഴുവൻ, പല ആളുകൾ രാത്രി മുഴുവൻ, ചില ആളുകൾ ഒരു ദിവസത്തിന്റെ 3/4 ഭാഗവും അധ്വാനത്തിലാണ്. സഹോദരങ്ങളെ, നിർബന്ധ നിസ്കാരത്തിന് പോലും നമ്മൾ അത്ര സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പേജ് ഖുർആൻ ഓതാൻ നമ്മൾ അത്ര കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ദിക്റുകളും ദുആകളും ഉരുവിടാൻ അത്ര നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരു നന്മ എടുക്കുന്ന കാര്യത്തിൽ ദുന്യാവിന് നമ്മൾ കൊടുക്കുന്ന സമയത്തിന്റെ എത്ര ശതമാനം മതി? വളരെ കുറഞ്ഞ ശതമാനം മതി. അപ്പൊ ഏതിനാണ് നമ്മൾ പ്രാമുഖ്യവും പ്രാധാന്യവും കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ജീവിതത്തെ വെച്ച് കണക്ക് കൂട്ടേണ്ടത്. അതൊരു ചിന്തയ്ക്ക് വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അറിഞ്ഞു വീഴ്ച വരുത്തുക എന്നത് ഒരിക്കലും ഉണ്ടാകരുത്. മനുഷ്യനാണ്, അറിയാതെ പല വീഴ്ചകളും അബദ്ധങ്ങളും സംഭവിക്കാം. അത് പുറത്തു കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. അതിലുപരി നന്മകൾ അധികരിപ്പിക്കണം. അത് മാത്രമാണ് വിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പരിഹാരം. ആ കാര്യങ്ങളെ മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങൾ, വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം
അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, മക്കൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.